അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെയാണ് പറയാൻ പോകുന്നത്. ശാപം എന്ന് പറഞ്ഞാൽ വെറുപ്പ്, അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ 7 വിഭാഗം ആളുകൾ. ഒന്നാമത്തേത് ലഅനല്ലാഹു ആക്കില റിബ വ മൂക്കിലഹു. പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പോൾ പലിശ തിന്നുന്നവർ, അത് തീറ്റിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പലിശ സമ്പാദിച്ച് അത് ഭാര്യക്കും മക്കൾക്കും ഒക്കെ കൊടുക്കുന്നവർ, അല്ലെ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നവർ, മറ്റുള്ളവർ അത് ഉപയോഗിക്കുന്നവർ. പലിശ പണം അത് തിന്നാനോ ഉപയോഗിക്കാനോ നമുക്ക് പറ്റില്ല. അപ്പോൾ അവരെ അള്ളാഹു താല ശപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളത് ചെയ്യരുത്. അള്ളാഹു ശപിച്ചൊരു കാര്യം നമ്മൾ ചെയ്യരുതല്ലോ. രണ്ടാമത്തേതാരാണ്? ലഅനല്ലാഹു റജുല യൽബസു ലബ്സത്തൽ മർഅത്തി. സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെ അള്ളാഹു താല ശപിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ വേഷം കെട്ട പുരുഷൻ, അത് അള്ളാഹു ശപിച്ചിരിക്കുന്നു. മാത്രമല്ല വൽ മർഅത്തു തൽബിസു ലബ്സത്ത റജുലി. അതുപോലെ പുരുഷവേഷം കെട്ടുന്ന സ്ത്രീയെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. പുരുഷവേഷം സ്ത്രീകൾ ധരിക്കുക, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇപ്പം നമുക്കത് ധാരാളം കാണാം, അല്ലേ? ഇപ്പം ധാരാളം കാണാം പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകൾ, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ശാപമുള്ളവരാണ് പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകൾ. അപ്പം പ്രത്യേകത മനസ്സിലാക്കണം. പിന്നെ മൂന്നാമത്തേത് ആരാണ്? ലഅനല്ലാഹു റജുലത്ത മിനൻ നിസാഇ. ആണത്ത സ്വഭാവമുള്ള സ്ത്രീകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആണത്ത സ്വഭാവം കാണിക്കുന്ന സ്ത്രീകൾ, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആണിൻ്റെ അതേ സ്വഭാവം, ആണുങ്ങളെ അതേ രൂപത്തിലുള്ള കൈകാര്യം ചെയ്യലും പെരുമാറ്റങ്ങളും ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും പുരുഷൻ്റെ രൂപത്തിലേക്കാവാൻ പോവുക. പുരുഷൻ്റെ അതേ മോഡലാവാൻ ശ്രമിക്കുക. അങ്ങനത്തെ ആണത്വ സ്വഭാവമുള്ള സ്ത്രീകളെ അള്ളാഹു താല ശപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ സ്ത്രീക്ക് സ്ത്രീൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അള്ളാഹു അവൾക്ക് ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. പുരുഷനും പുരുഷൻ്റെതായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് പുരുഷൻ ചെയ്യാൻ പാടുള്ളൂ. സ്ത്രീകളാണെങ്കിലും സ്ത്രീകളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് ആണ് അവർ ജീവിക്കേണ്ടത്. അള്ളാഹു താല ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചപ്പോൾ അവർക്ക് വേണ്ട നിയമങ്ങളും അള്ളാഹു താല ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പാലിക്കണം. സ്ത്രീക്കുള്ള നിയമങ്ങൾ പാലിക്കണം, പുരുഷൻ പുരുഷൻ്റെ നിയമങ്ങൾ പാലിക്കണം. അങ്ങനെയാണല്ലോ. സൃഷ്ടാവ് ആയ അള്ളാഹുവിനറിയാലോ ഏതൊക്കെ നിയമങ്ങളാണ് നൽകേണ്ടത് എന്ന്. അതൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പാലിക്കണം. അപ്പോൾ ആണത്വ സ്വഭാവമുള്ള സ്ത്രീകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആണത്വ സ്വഭാവം കാണിക്കാൻ പാടില്ല സ്ത്രീകൾ. സ്ത്രീകളതായ രൂപത്തിലാണ് നടക്കേണ്ടത്. ഇനി നാലാമത്തേതാരാണ്? ലഅനല്ലാഹു മൻ സബ്ബ അസ്ഹാബി. എൻ്റെ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ജീവിച്ചവർ, കണ്ടവർ, അവരാണ് ആര്? സ്വഹാബി എന്ന് പറയുന്നത്. ആ സ്വഹാബികളെ ചീത്ത പറഞ്ഞവർ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നമുക്ക് ആ നബി തങ്ങളുടെ ജീവിതം മാതൃക കാണിച്ചു തന്നവരാണ് സ്വഹാബികൾ. അവരെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല. അവരാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. നബി തങ്ങൾ എങ്ങനെയായിരുന്നു, നബി തങ്ങൾ എന്താണ് ചെയ്തത്, ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നവരാണ്. അവരെ ചീത്ത പറയാൻ പാടില്ല. അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ചില പുത്തൻവാദികളൊക്കെ എന്താക്കാറുണ്ട്? സ്വഹാബികളെ ചീത്ത പറയും.
സ്വഹാബികളെ ചീത്ത പറയാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. അഞ്ചാമത്തേതാരാണ്? ലഅനല്ലാഹു മൻ റആ മദ്ലൂമൻ ഫലം യൻസുറുഹു. ആക്രമിക്കപ്പെട്ടവനെ കണ്ടിട്ട് സഹായിക്കാത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്, അല്ലെ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു സംഭവം കാണാണ്. എന്താ സംഭവം? 4 ചെറുപ്പക്കാർ വന്ന് ഒരു ചെറുപ്പക്കാരനെ അടിച്ച് തള്ളിയിട്ടിട്ടുണ്ട്. അങ്ങനെ അവർ പോയി. ഇവനാണെങ്കിലോ വീണ് കിടക്കുകയാണ്. അങ്ങനെ തല ഉയർത്തി ഇങ്ങനെ ആരോ കാണുന്നുണ്ടോ എന്ന് നോക്കി ഇവൻ എന്ത് ചെയ്തു? അവന് വെള്ളം കിട്ടണം. അപ്പോൾ വെള്ളത്തിന് ഇങ്ങനെ ആശിക്കുകയാണ്, ദാഹിച്ച് വലയാണ്. അങ്ങനെ നമ്മൾ കണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിൻ്റെ ആംഗ്യം എങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കൊടുക്കണം, സഹായിക്കണം, അവനെ എഴുന്നേൽക്കാൻ സഹായിക്കണം. അങ്ങനെ ആക്രമിക്കപ്പെട്ടവനെ കണ്ടിട്ട് സഹായിക്കാതെ പോവരുത്, സഹായിക്കണം. അവർ പോയല്ലോ, അക്രമികൾ പോയില്ലേ, പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് പോവാം, അവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാലോ. അപ്പോൾ അവരെ എന്താക്കണം? സഹായിക്കണം. വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം, മറ്റു സഹായങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം. അതിന് പറ്റിയ സാഹചര്യമാണെങ്കിൽ അതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റിയൊരു അവസ്ഥ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സഹായിച്ചു കൊടുക്കണം. നമുക്ക് സഹായിക്കാൻ പറ്റിയ എല്ലാ സാഹചര്യവും ഉണ്ട്, എന്നിട്ട് നമ്മൾ സഹായിക്കാതെ പോകരുത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി അപ്പോൾ അങ്ങനെ സഹായിക്കാതെ പോയാൽ നമുക്ക് സഹായിക്കാൻ പറ്റിയ സമയമാണ്, പക്ഷെ നമ്മൾ സഹായിച്ചില്ല, മൈൻഡ് ചെയ്യാതെ പോയി, എന്നാൽ അള്ളാഹിൻ്റെ ശാപം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പെട്ടുപോകരുത്. ഇനി ആറാമത്തേതാരാണ്? അൽ ഫിത്നത്തു നാഇമത്തുൻ ലഅനല്ലാഹു മൻ ഐഖളഹാ. ഫിത്ന ഉണ്ടാക്കുന്നവർ. ഫിത്ന എന്താ? പ്രശ്നം, കച്ചറ ഉണ്ടാക്കുന്നവർ, പ്രശ്നം ഉണ്ടാക്കുന്നവർ, വീട്ടിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, നാട്ടിലാവട്ടെ ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നവരെയും അള്ളാഹു താല ശപിച്ചിരിക്കുന്നു. പ്രശ്നമില്ലാതിരിക്കുകയല്ലേ വേണ്ടി, അതല്ലേ സമാധാനം. പ്രശ്നം ഉണ്ടാക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇനി ഏഴാമത്തത് എന്താണ്? ഏഴാമത്തെ ആളാരാ അള്ളാഹു ശപിച്ച്? കൃത്രിമ മുടി വെക്കുന്നവളെയും അത് വെച്ചു കൊടുക്കുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹുൽ വാസിലത വൽ മൗസൂലത. മുടി കൂട്ടിച്ചേർക്കുന്നവളെയും ചേർത്ത് കൊടുക്കുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ മുടി കൂട്ടിച്ചേർക്കുന്നവളെ മാത്രമല്ല, അത് ചേർത്ത് കൊടുക്കുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കണ്ടോ നിങ്ങൾ? ഒരിക്കൽ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ മകൾക്ക് ഒരു തൊലിക്ക് ഒരു രോഗം ബാധിച്ചിട്ട് മകളുടെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അവളാണെങ്കിലോ വിവാഹിതയാവാൻ പോവുകയാണ്, അങ്ങനത്തെ കുട്ടിയാണ്. അവൾക്ക് ഞാൻ തലയിൽ വേറെ മുടി വെച്ച് കൊടുക്കട്ടെ എന്ന് ചോദിച്ച സമയത്താണ് പറഞ്ഞത് എന്ത്? മുടി കൂട്ടിച്ചേർക്കുന്നവളെയും ചേർത്ത് കൊടുക്കുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമുക്ക് അള്ളാഹു തന്ന മുടി അത് നല്ല രൂപത്തിൽ കൊണ്ട് നടക്കുകയാണ് വേണ്ടി, വേറെ മുടി വെക്കുന്നവളെയും വെച്ച് കൊടുക്കുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അള്ളാഹിൻ്റെ ശാപം ലഭിക്കുന്ന കാര്യം, പ്രവർത്തനം നമ്മൾ ചെയ്യരുത്. അപ്പോൾ 7 വിഭാഗം അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ വെറുപ്പ് ലഭിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിൻ്റെ ശാപം ഏൽക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ. അവൻ്റെ പൊരുത്തവും അവൻ്റെ റഹ്മത്തും അവൻ്റെ തൃപ്തിയും ലഭിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ ഓർമ്മപ്പെടുത്തുന്നു.